നമസ്കാരം, ഞാൻ ഡോക്ടർ ബൈജു സേനാധിപൻ. നാം ഇന്ന് പ്രതിപാദിക്കുന്ന വിഷയം അന്നനാള ക്യാൻസറിനെ പറ്റിയാണ്. അന്നനാള ക്യാൻസർ പൊതുവെ ഒരു ഭയാനകമായ ക്യാൻസറാണ്. കാരണം എന്ന് വെച്ചാൽ അന്നനാളം എന്ന് പറയുന്നത് ചെറിയൊരു നാളമാണ്. അതിൻ്റെ വ്യാസം കുറവാണ്. ആമാശയം മറ്റ് കുടലുകളെ സംബന്ധിച്ച് നോക്കുമ്പോൾ ചെറിയ വ്യാസമുള്ള ഒരു നാളമാണ്. അതുകൊണ്ട് തന്നെ അതിനകത്തുണ്ടാകുന്ന ഗ്രോത്തുകൾ പെട്ടെന്ന് നമുക്ക് ആഹാരം കഴിക്കാൻ പറ്റാത്തൊരവസ്ഥയിലോട്ട് കൊണ്ടെത്തിക്കും. അപ്പോൾ പേഷ്യൻ്റ് വെള്ളം പോലും കഴിക്കാൻ പറ്റാത്ത, ഒരുപക്ഷെ ഉമിനീര് പോലും പുറത്തേക്ക് കളയേണ്ടി വരുന്നൊരവസ്ഥയിലേക്കൊക്കെ എത്താറുണ്ട്. അന്നനാള ക്യാൻസർ രണ്ട് വിധത്തിലാണ് മെയിനായിട്ടുണ്ടാകുക. അഡിനോകാർസിനോമ എന്ന് പറയുക, അത് കൂടുതലും ആമാശയത്തിൻ്റെ സെൽസിൽ നിന്ന് ഉണ്ടാകുന്ന ഒരു ക്യാൻസറാണ്. പിന്നെ സ്ക്വാമസ് സെൽ കാർസിനോമ, അതായത് അന്നനാളത്തിൻ്റെ ആവരണത്തിൽ നിന്ന് തുടങ്ങുന്ന ഒരു ക്യാൻസറാണ്. അപ്പോൾ ഇതിനകത്ത് കൂടുതലും ഈ സ്ക്വാമസ് സെൽ കാർസിനോമയാണെന്നുണ്ടെങ്കിൽ അന്നനാളത്തിൻ്റെ മധ്യഭാഗത്തായിരിക്കും കാണപ്പെടുക. അപ്പോൾ അതിനെ കൂടുതൽ റേഡിയോതെറാപ്പിയാണ് മെയിൻ സ്റ്റേ ഓഫ് തെറാപ്പി എന്ന് പറയുന്നത്. പിന്നെ റേഡിയോതെറാപ്പി കോൺട്രാഇൻഡിക്കേറ്റഡ് ആണ്, അല്ലെങ്കിൽ ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ സർജറി ചെയ്യുന്നത് തെറ്റില്ല. സർജറിയും ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അന്നനാളത്തിൽ കൂടെ ഒരു പൈപ്പിനൊക്കെ കടത്തിവിടാം, സ്റ്റെൻ്റ് എന്ന് പറയും. അപ്പം ട്യൂമർ അവിടെ ഇരിക്കും, പക്ഷേ ആഹാരം കഴിക്കാൻ പറ്റും. ആൾ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം കഴിച്ച് ജീവിക്കുക എന്നുള്ളൊരു നമുക്ക് പേഷ്യൻ്റ് അങ്ങനെ ഇത് ചെയ്യാം, ട്രീറ്റ് ചെയ്യാവുന്നതാണ്. പക്ഷേ ഒട്ടുമിക്ക ക്യാൻസറുകളും അധികം വ്യാപിച്ചിട്ടില്ലെങ്കിൽ ഓപ്പറബിളാണ്. എന്ന് വെച്ചാൽ നമുക്ക് സർജറി ചെയ്ത് മാറ്റാവുന്നതാണ്. കാലാകാലങ്ങളിലായി ഇതിനുള്ള സർജറി സങ്കീർണമാണ്. അത് മണിക്കൂറുകൾ എടുക്കുന്നതാണ്. അത് കാര്യം എന്ന് വെച്ചാൽ ഈ അന്നനാളം നെഞ്ചിനകത്താണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പം നെഞ്ച് തുറന്ന് അന്നനാളത്തിനെ നീക്കം ചെയ്യണം. നീക്കം ചെയ്തതിന് ശേഷം പകരം അന്നനാളം വേറൊരു ട്യൂബ് വേണമല്ലോ, അത് സൃഷ്ടിക്കുന്നതിന് വേണ്ടി വയറ് തുറന്ന് ആമാശയത്തിൽ നിന്ന് ആമാശയത്തിൻ്റെ ഒരു ട്യൂബ് രൂപം ചെയ്തിട്ട് ആ രൂപകൽപ്പന ചെയ്ത ട്യൂബിനെ നെഞ്ചിനകത്തോട്ട് കൊണ്ടുവന്ന് അത് കഴുത്ത് തുറന്ന് ബാക്കിയുള്ള അന്നനാളത്തിൻ്റെ ഭാഗമായിട്ട് യോജിപ്പിക്കണം. അപ്പോൾ കഴുത്ത് തുറക്കണം, നെഞ്ച് തുറക്കണം, വയറ് തുറക്കണം എന്ന് 3 സ്റ്റേജുകളിലായിട്ട് ഒരേ സമയം ചെയ്യുന്ന സർജറി ആണെങ്കിൽ 3 ഘട്ടമായിട്ടാണ് ചെയ്യുന്നത്. അങ്ങനെ ചെയ്യേണ്ടതെന്ന് വളരെ സങ്കീർണമായിട്ടൊരു സർജറിയാണ്. അതുകൊണ്ട് മിക്കവാറും സർജന്മാർ അതിന് കൂടുതൽ മെനക്കെടാറില്ല എന്നുള്ളതാണ് വാസ്തവം. നമുക്കത് കീ ഹോൾ സർജറിയിലൂടെ ചെയ്യാവുന്നൊരു സാധ്യതയുണ്ട് ഇപ്പോഴും. അപ്പം അത് നമ്മൾ നെഞ്ച് തുറക്കാതെ നെഞ്ചിനകത്തൂടെ ചെറിയ ക്യാമറ കണ്ണുകളെ കടത്തിവിട്ട് ഇതേ പ്രക്രിയ തന്നെ, ഓപ്പൺ സർജറി ചെയ്യുന്ന പ്രക്രിയ തന്നെയാണ് ചെയ്യുന്നത്, പക്ഷേ തുറക്കാതെ ചെയ്യുന്നു എന്നുള്ള വ്യത്യാസമാണ്. അപ്പം ആ അന്നനാളം നീക്കം ചെയ്യുകയും വയറ് തുറക്കാതെ വയറിനകത്തൂടെ ക്യാമറ കടത്തിവിട്ട് ഈ ആമാശയത്തിൻ്റെ ഭാഗത്ത് ട്യൂബ് ഉണ്ടാക്കി അതിനെ നെഞ്ചിനകത്തൂടെ കയറ്റി കൊണ്ടുവന്ന് ഈ കഴുത്ത് തുറന്ന് അത് ബാക്കിയിരിക്കുന്ന അന്നനാളവുമായിട്ട് യോജിപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിസങ്കീർണമായിട്ട് ശസ്ത്രക്രിയ. പക്ഷേ അത് കീഹോൾ വഴി ചെയ്യുക വഴി 2 പേഷ്യൻറ്റിന് ആയാസം ഉണ്ടാകുന്നില്ല. കീഹോൾ എന്നുള്ള ഒരു സൗന്ദര്യത്തിൻ്റെ പ്രശ്നം മാത്രമല്ല, അത് പേഷ്യൻറ്റിന് വലിയൊരു സർജറിയുടെ ആയാസം ഉണ്ടാകുന്നില്ല. പെട്ടെന്ന് റിക്കവർ ചെയ്യാൻ പറ്റുന്നു, പെട്ടെന്ന് ICU വാസം കുറയ്ക്കാൻ പറ്റുന്നു, കുറച്ച് ആൻറ്റിബയോട്ടിക്കിൻ്റെ ഉപയോഗമേ വരത്തുള്ളൂ. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്, എന്തെങ്കിലും അനുബന്ധ ചികിത്സകൾ ആവശ്യം വരികയാണെന്നുണ്ടെങ്കിൽ, ലൈക്ക് റേഡിയോതെറാപ്പിയോ കീമോതെറാപ്പിയോ ഓപ്പറേഷൻ ശേഷം ആവശ്യം വരികയാണെങ്കിൽ അത് മാസങ്ങൾ കാത്തു നിൽക്കാതെ നേരത്തെ റിക്കവറി ആവുന്നത് കാരണം നേരത്തെ തന്നെ തുടങ്ങാം. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും സെൽസ്, കോശങ്ങൾ ശരീരത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലോട്ട് വ്യാപിച്ചിട്ടുണ്ടെങ്കിൽ അത് നേരത്തെ തന്നെ നിയന്ത്രിക്കാൻ പറ്റുന്നൊരവസ്ഥ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ കീഹോൾ സർജറി ഫെസിലിറ്റി അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ അത് സ്വീകരിക്കുന്നതായിരിക്കും നല്ലത്.